ഗുരുവായൂരപ്പനെ കണ്ടിട്ട് വന്നിരിക്കുകയാണ്. അതേ വേഷത്തിൽ ഞാനൊന്ന് ഒന്ന് വീഡിയോ പിടിക്കാമല്ലോ എന്ന് ഓർത്ത്. അപ്പോൾ കുറച്ചൊരു ഗംഭീരമായിട്ടിരുന്നോട്ടെ അല്ലേ. ഗുരുവായൂർ വിശേഷങ്ങൾ പറയണം, പിന്നെ 2 കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. ഒന്ന് വന്നിട്ട് നമ്മൾ ചേഞ്ച് ആകുന്നത് നമ്മൾ അറിയുന്നുണ്ടാവില്ല ചിലപ്പോൾ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഇഷ്ടമുള്ളൊരു ആഹാര പദാർത്ഥം ഇന്ന് നമ്മളെ അത്രയും കൊതിപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പം എനിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു ചൈനീസ് കഴിക്കാനായിട്ട്. ആ ചൈനീസ് ഇറങ്ങിയ സമയങ്ങളിലൊക്കെ അതിപ്പോൾ എന്നെ ഭ്രമിപ്പിക്കുന്നേ ഇല്ല. ഓക്കെ, എന്താണ് കഴിക്കാൻ ഇപ്പോൾ ഇഷ്ടം തോന്നുന്നതെന്ന് വെച്ചാൽ ഞാൻ ചൈനീസ് എന്ന് പറയും. പക്ഷേ ആ ഒരു ഭ്രമം ഉണ്ടല്ലോ അന്നത്തെ, ആ ഭ്രമം ഇപ്പോൾ അത്ര ഇല്ല. അന്ന് സീ ഫുഡ് ചൈനീസ് ഫ്രൈഡ് റൈസ് കഴിക്കുമായിരുന്നു കേട്ടോ. പന്തൽ എന്ന് പറഞ്ഞിട്ട് MG റോഡിൽ ഒരു കുറച്ച് ഗൂർമേ നല്ല ഒരു റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു. ഇപ്പം ഇല്ല അതവിടെ. ഇപ്പം അവിടെ നാമാവശേഷമാക്കി. ഇപ്പം അവിടെ അധികം ജ്വല്ലറീസൊക്കെയാണ്. ഐ തിങ്ക് ഭീമ ജ്വല്ലറിയുടെ ഒക്കെ ഇപ്പുറത്തായിട്ട് വരുമായിരുന്നെന്ന് തോന്നുന്നത്. ഗ്രാൻഡ് ഹോട്ടലിൻ്റെ ഓൾമോസ്റ്റ് എതിരിൽ പാർത്താസിൻ്റെയൊക്കെ ആ സൈഡിലാട്ടോ, സംവർ ദർ. 25 വർഷം മുമ്പുള്ള ഓർമ്മയാണേ. അപ്പോൾ അത് ഞങ്ങൾ എപ്പോഴും പോയി കഴിക്കുകയും ഇച്ചിരി കോസ്റ്റ്ലിയാണ്. അപ്പോൾ അരവിന്ദൊക്കെ എൻ്റെ കല്യാണ സാരി എടുക്കാൻ വന്ന സമയത്ത് ഞാൻ ആദ്യം അവിടെയാണ് കൊണ്ടുപോയത്. അപ്പോൾ അരവിന്ദ് പറഞ്ഞു, അയ്യോ ഇത്ര രൂപയാവോ കഴിക്കാനായിട്ടെന്ന്. മീൻസ് ഇറ്റ് വാസ് ക്വൈറ്റ് കോസ്റ്റ്ലി. ഒരു 5 പേര് കയറി കഴിച്ചപ്പോൾ ഐ തിങ്ക് ഇറ്റ് വാസ് അറൗണ്ട് 1500. ആ സമയത്ത് 1500 എന്ന് പറഞ്ഞാൽ അരപ്പവൻ വാങ്ങിക്കാം. അതുകൊണ്ടാണ് അത് കോസ്റ്റ്ലി ആയിട്ട് നമുക്ക് തോന്നുന്നത് ആ സമയം കേട്ടോ. അതിനാണ് ഈ പവൻ്റെ കമ്പാരിസൺ പറയുന്നതിനാണ്. ആ സമയത്ത് 3000 രൂപയ്ക്ക് ഒരു പവൻ കിട്ടുമെങ്കിൽ അരപ്പവൻ്റെ പൈസ നമ്മൾ ഇത്രയും ചിലവാക്കുന്ന അങ്ങനെ തോന്നൂലേ. അതുകൊണ്ടാണ് സാരി വാങ്ങിക്കുമ്പോഴേ ഇത് ഈ സാരി ഞാൻ എൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് കനകവല്ലി എന്ന് പറഞ്ഞ കടയിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. അതിൻ്റെ ബ്ലൗസ് കുറച്ച് ഇതായിപ്പോയി, ടൈറ്റ് പോലെ ആയിപ്പോയി. അപ്പോൾ ഞാനിത് പറഞ്ഞാൽ വേറെ ഒരു ശരിക്കുള്ള പട്ട് ബ്ലൗസ് ഇങ്ങനെ കിട്ടും. ഈ പ്രാവശ്യം ഞാൻ പോയിരുന്നല്ലോ മദ്രാസിൽ, അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. ഇച്ചിരി ഒരു ലൂസ് ഉണ്ട്, പക്ഷെ അത് നേരെ ആയിക്കോളുന്നുണ്ട്. ഞാൻ അങ്ങനെ കേട്ടോ ഒന്ന് ഇതാവണമല്ലോ, എന്താ പറയണേ, ഒന്ന് ദേഹത്ത് മുട്ടാതെ കിടന്ന ഒരു സുഖം ഉണ്ടാവുമല്ലോ എന്ന് ഓർത്ത് അങ്ങനെ മേടിച്ചു. എന്തായിരുന്നു പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഇന്നലെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇന്ന് വർഷങ്ങൾ കഴിയുന്തോറും നമ്മുടെ ആ ഇഷ്ടം മാറി വരികയാണ്. അതുകൊണ്ടാണ് ചില സമയത്ത് നമ്മൾ പറയുന്നത് ചില ഇഷ്ടങ്ങളൊക്കെ മാറിക്കോട്ടെ പഴയത്, പക്ഷേ നമ്മൾ ജോലി ചെയ്യുന്നതിലുള്ള ഇഷ്ടം നമുക്ക് മാറുകയാണെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്ന് അപ് ടു ഡേറ്റ് ആയിരിക്കണം, അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ആ ജോലി ചെയ്യുന്നതിൽ ഇൻട്രസ്റ്റ് കുറയുന്നത് ഇതുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ AI യുഗമാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത് ഇപ്പോൾ വക്കീലന്മാർക്കാണെങ്കിൽ അത് പ്രയോജനപ്പെടുന്ന രീതിയിൽ അത് ഉപയോഗിക്കാൻ പറ്റുന്ന ആ ഒരു ടൂളാണ് AI എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലത്തെ ഉള്ളതിലേക്ക് ഞാൻ അപ്ഗ്രേഡ് ആവണം. അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവരോടൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എനിക്കപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ ഇവർക്കത് ഇപ്പോഴത്തെ ടെക്നോളജി അറിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ടെക്നോളജി ലോയറാണ് കേട്ടോ. ടെക്നോളജി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് കമേഴ്ഷ്യലൈസ് ചെയ്യുന്നത്, അതൊക്കെയാണ് എൻ്റെ ജോലിയായിരുന്നത്. ഇപ്പം ഞാൻ പ്രൈവറ്റ് കൺസൾട്ടൻസി മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒരു എന്താ പറയുക, സ്ഥിരം ജോലി എന്നുള്ളത് ഞാൻ വിട്ടു. അതെൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പല ഹെൽത്ത് റീസൺസും ഫാമിലി റീസൺസും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാനത് വിട്ടത്. അപ്പം അതുകൊണ്ട് എൻ്റെ പർച്ചേസിങ് കപ്പാസിറ്റി കുറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നും, അയ്യോ ഞാനിപ്പോൾ അങ്ങനെ അധികം പുറത്ത് പോകുന്നില്ലെങ്കിൽ എന്തിനാണ് സാരികളൊക്കെ. അപ്പം ഞാൻ കണ്ടോ, അപ്പോൾ എൻ്റെ പഴയ സാരീസൊക്കെ ഞാൻ എടുത്തിട്ട് പുതിയ ബ്ലൗസ് മേടിച്ചിട്ടിടും അല്ലേ. നിങ്ങളങ്ങനെ ചെയ്യാറില്ലേ? കാരണം ഇതൊന്നും കീറിപ്പോണ സാരിയൊന്നും അല്ലല്ലോ, ഇത്രയും വില കൊടുത്ത് വാങ്ങിച്ചത് നമുക്ക് വർഷങ്ങളോളം ഉപയോഗിക്കാം. അപ്പോൾ ബ്ലൗസ് മാത്രം വാങ്ങിക്കും, പുതിയതായിട്ട് വാങ്ങിച്ചിട്ട് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായോ? ഞാൻ പറഞ്ഞു വരുന്ന പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ അപ്ഗ്രേഡ് യുവർ സെൽഫ്. ഇവിടെ ഒരു മോട്ടറുണ്ട്. മോട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ കുളിക്കാൻ കയറുമ്പം ആരെങ്കിലും കുളിക്കുകയാണെങ്കിൽ അതൊരു എന്തായാലും പറയണേ, അത് സ്റ്റെപ്പ് പമ്പോ അങ്ങനെ ഏതാണ്ട് അതിന് പ്രഷർ പമ്പ്. അത് ഇപ്പം അച്ഛൻ കുളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കുളിക്കുമ്പോൾ വെള്ളത്തിന് ഫോഴ്സ് കിട്ടാനായിട്ട് ഇതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ സൗണ്ട് കേട്ടോ. ഡിസ്റ്റർബൻസ് ആവേ, സോറി. ഇവിടെ ഇരിക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം എപ്പോഴും ഞാൻ ആ വീടിൻ്റെ അകത്ത് 4 ചുമരിലിരുന്നല്ലേ സംസാരിക്കുക. കുറച്ചൊക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊരു രസം ഉണ്ടാവില്ലേ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അപ്ഗ്രേഡ് യുവർ സെൽഫ്. അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ളത് ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. എക്സാമ്പിൾ, സാധാരണ വീട്ടമ്മമാരായ ഞങ്ങളിതിനെ അപ്ഗ്രേഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യണം. നിങ്ങളുടെ യുട്ടൻസിൽസ് അപ്ഗ്രേഡ് ചെയ്യണം. നിങ്ങൾ ഉപയോഗിക്കുന്ന
കത്തികൾ അപ്ഗ്രേഡ് ചെയ്യണം, നിങ്ങൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ അപ്ഗ്രേഡ് ചെയ്യണം, നിങ്ങൾ ഉപയോഗിക്കുന്ന സ്റ്റൗ, ഗ്യാസ് സ്റ്റൗ, ഇതൊക്കെ അപ്ഗ്രേഡ് ചെയ്യണം. ഒരു വീട്ടിൽ ചെന്നാൽ പഴയ സാധനങ്ങൾ കുറേ കാണാം. ഞങ്ങളുടെ അമ്മാവൻ സൗദി അറേബ്യയിൽ റിയാദിൽ 25-30 വർഷത്തോളം അവിടെയായിരുന്നു. അവിടെ അന്ന് യൂസ് ചെയ്തിരുന്ന സാധനങ്ങളാണ് ഇപ്പോഴും അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഉപയോഗിക്കുന്നത്. അത് തന്നെ ഇങ്ങനെ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നോക്കൂ, നല്ലതായിരിക്കാം. പക്ഷേ അതിൻ്റെ പിന്നെ ഒരു പാർട്സ് മാറാനും ഒക്കെ പ്രയാസമാണ്. കാരണം എന്താണെന്ന് അറിയാമോ, ഇതൊക്കെ ഒബ്സല്യൂട്ടായി പോകും. ഒബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, മാർക്കറ്റിൽ നിന്ന് ഔട്ടായി പോകും. അങ്ങനെ ആയിപ്പോയി കഴിയുമ്പോൾ പിന്നെ, അതായത് സോഫ്റ്റ്വെയർ ഒക്കെ കണ്ടിട്ടില്ലേ, അതൊക്കെ അപ്ഗ്രേഡ് ചെയ്താലല്ലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ചില ഐഫോൺസൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും നിങ്ങളുടെ iOS അപ്ഡേറ്റ് ചെയ്യട്ടെന്ന്. അതുപോലെ തന്നെയാണ് ഇന്നത്തെ കാലത്ത് മനുഷ്യരുടെ കാര്യം. നമ്മളുടെ iOS, നമ്മുടെ സോഫ്റ്റ്വെയർ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്ഗ്രേഡേഷൻ ക്യാൻ ബി ലൈക്ക് എന്താ പറയുക, സ്പിരിച്വൽ അപ്ഗ്രഡേഷൻ, അതും അത്യാവശ്യമാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഉൾപ്പെട്ടതാണ് ജീവിതം കേട്ടോ. അപ്ഗ്രഡേഷൻ ഇല്ലാതെ വരുമ്പോൾ, അല്ലെങ്കിൽ സ്റ്റക്കായി കഴിയുമ്പോൾ, അവിടെയാണ് നമ്മൾ 29 വർഷം 30 വർഷത്തെ ദാമ്പത്യത്തിലൊക്കെ വിള്ളലുകൾ ഉണ്ടാകുന്നത് കണ്ടിട്ടില്ലേ. നമ്മൾ അപ്പോഴേ അപ്ഗ്രേഡ് ചെയ്തോളൂ. എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെയാണ്, അപ്പോൾ ഈ ഹസ്ബൻഡിൻ്റെ എല്ലാ ശ്രദ്ധയും എന്നിലേക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ച് കൊണ്ടുവരുന്നതിലും നല്ലത് നമ്മുടെ ഈ ബാലിശമായ ചിന്തകളെ കുറച്ച് അപ്ഗ്രേഡ് ചെയ്ത് പഠനം നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുക. അപ്പോൾ ആ ഭർത്താവിന് ജോലിക്ക് പോകുകയാണെങ്കിൽ അദ്ദേഹം പോയിക്കോട്ടെ, അദ്ദേഹം വീട് നോക്കുന്ന ആളാണ്, കറക്റ്റ്. അദ്ദേഹത്തിൻ്റെ ഇടയിലേക്ക് കയറി നിൽക്കാതെ, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നടുക്ക് നിൽക്കാതെ കുറച്ച് എന്താ പറയുക, പിന്തുണ കൊടുത്ത് അങ്ങ് ജീവിക്കണം. ഇന്ന് ഞാനൊരു വാർത്ത കേട്ടതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ പറയുന്നത്. ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ പറയാറുണ്ട്, ചേച്ചി എല്ലാവരും ചേച്ചിയുടെ പോലെ ആയിരിക്കില്ല അങ്ങനെ. പക്ഷെ ഞാൻ പറയട്ടെ, എൻ്റേതെല്ലാം പെർഫെക്റ്റ് ആണെന്ന് എവിടെയെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലല്ലോ. AR റഹ്മാനും ഭാര്യയുമായിട്ട് 29 വർഷത്തെ ദാമ്പത്യം പിരിയുന്നു എന്ന് എന്താണല്ലേ കേൾക്കുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത ഒരു ഇത്. അപ്പോൾ 29 വർഷം എന്ന് പറയണത്, നിങ്ങളുടെ അമ്മയോ അച്ഛൻ്റെ കൂടെയും ജീവിച്ചതിൽ കൂടുതൽ ജീവിച്ചിട്ടുണ്ട് നിങ്ങൾ ആ ഭർത്താവിൻ്റെ കൂടെ. 20 വയസ്സിലൊക്കെ കല്യാണം കഴിക്കുന്നവർ, 23 വയസ്സിലൊക്കെ കല്യാണം കഴിക്കുന്നവർ ആലോചിച്ച് നോക്കിയല്ലേ. എൻ്റെ കല്യാണം അത്രയൊക്കെ വർഷമായതാണ്. പക്ഷെ ആ സമയത്ത് അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് അവരുടെ ഉത്തരം നമുക്ക് പറയാൻ പറ്റില്ല, അവരുടെ കാരണം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾക്ക് നമ്മുടെ ലൈഫിൽ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് ചിന്തിച്ച് നോക്കാം. എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്? ഈ പറഞ്ഞ അപ്ഗ്രഡേഷൻ, സ്പിരിച്വലി അതുപോലെ ടെക്നോളജിക്കലി എല്ലാം നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. അന്നത്തെ കാലത്തെ ആളായിട്ട് നമ്മൾ പുറകോട്ട് മാറരുത്, ഉൾവലിയരുത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഞാൻ പറയുന്നതിൽ ചെറുതായിട്ടെങ്കിലും നിങ്ങൾക്കൊരു ഇത് തോന്നുന്നില്ലേ? അതായത് പിന്നെ എന്താ പറയുക, സ്പെൻഡിങ് ഹാബിറ്റ്സ്. ചിലപ്പോൾ ഹസ്ബൻഡ് വിചാരിക്കണ്ടാവും, ഞാൻ ഒരുപാട് കൊണ്ടുവന്ന് കഷ്ടപ്പെട്ട് ഇവളങ്ങ് അടിച്ച് പൊളിക്കുവാണല്ലോ, ആഭരണങ്ങൾ വാങ്ങിക്കുന്നത്, സാരി വാങ്ങിക്കുന്നത്. അങ്ങനെ ഒരു ചിന്ത ഹസ്ബൻഡിൻ്റെ മനസ്സിലേക്ക് കയറാനും പാടില്ല. അദ്ദേഹം അപ്പോൾ ചോദിക്കും, ചേച്ചി എനിക്ക് അതാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ സൈഡിൽ നിന്ന് വരുമാനം ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് അത് ചെയ്തോളൂ. പക്ഷേ ഭർത്താവിൻ്റെ പണമോ സമ്പത്തോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. എനിക്കിപ്പോൾ അവരുടെ ഇതിൽ എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. പക്ഷേ അവർക്ക് സമ്പത്തുണ്ട്, ടൈമായിരിക്കണം അവരുടെ പ്രശ്നമെന്ന് ഞാൻ ഊഹിക്കുന്നു. അതായത് AR റഹ്മാൻ 3 മണിക്കൂറൊക്കെ ഉറങ്ങുള്ളൂ, അതും സ്റ്റുഡിയോയിലൊക്കെ കിടന്ന് ഉറങ്ങിക്കളയും എന്നൊക്കെയാണ് കേട്ടിരിക്കുന്നത്. ഒരുപക്ഷെ അവരുടെ ഭാര്യയ്ക്ക് കാലങ്ങൾ പോകെ ഒരു വോയിഡ് അനുഭവപ്പെടുന്നുണ്ടോ അറിയില്ല, എന്താണെന്നറിയില്ല. പക്ഷേ 29 വർഷത്തെ ദാമ്പത്യം എന്നൊക്കെ കേട്ടപ്പോഴേ ഒരു വിഷമം പോലെ ഇവിടെ അല്ലേ, എന്തിനാ അങ്ങനെ വിട്ടുപോകുന്നത് എന്നുള്ളൊരു വിഷമം തോന്നിയതുകൊണ്ടാട്ടോ ഞാൻ പറയുന്നത്. അപ്പം അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോൾ അവിടെ ക്യൂ ഉണ്ടായിരുന്നു. പക്ഷേ നെയ്വിളക്കൊക്കെ എടുത്ത് തൊഴുത കാരണം പെട്ടെന്ന് കയറി അമ്മയും ഞാനും കൂടെ പോയത്. അമ്മ ഇവിടെ അമ്പലത്തിൽ കുറച്ച് വിഷ്ണു സഹസ്രനാമം അമ്മയ്ക്ക് എല്ലാവർക്കും കൊടുക്കണമെന്ന് പറഞ്ഞ് ഒരു കെട്ട് വാങ്ങിച്ചു, അവിടെ തന്നെയുള്ള ബുക്ക് സ്റ്റോളിൽ നിന്ന് വാങ്ങിച്ചു. അങ്ങനെ പോകുന്നു. അമ്മ എനിക്കൊരു ഭഗവത്ഗീത ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അപ്പോൾ എനിക്കത് കൊണ്ടുപോകണം. ഞാനും വായിക്കുന്നുണ്ട്, പക്ഷെ എനിക്കത് ഇങ്ങനെ ഒരുപാടൊന്നും ഞാൻ പറയാറില്ല കേട്ടോ. കാരണം ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. എനിക്ക് അത്രയും അങ്ങോട്ട് അവലോകനം ചെയ്യാൻ അറിയാമോ എന്ന് ചോദിച്ചാൽ അത്രയൊന്നും അറിയില്ല. പിന്നെ അപ്പോൾ ലീഗൽ ആസ്പെക്റ്റ് അല്ല ഞാൻ ഇതിനകത്ത് നോക്കുന്നത്, സോഷ്യൽ ആസ്പെക്റ്റാണ്. ലീഗൽ ആസ്പെക്റ്റ് എന്തൊക്കെയാണോ ഉള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ചിലപ്പോൾ അത് പോട്ടെ, നമ്മളതിനെ പറ്റി പറയണ്ട. ലീഗലായിട്ട് അവർ മ്യൂച്വലായിരിക്കാം വേർപിരിയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. മ്യൂച്വൽ കൺസെൻറ്റ് എന്ന് പറയുമ്പോൾ 2 പേരും കൈ കൊടുത്ത് ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും പറയാറില്ലേ, കോടതികളിൽ പോയി അന്യോന്യം ചെളിവാരി എറിയുന്നതിലും നല്ലത് മ്യൂച്വൽ കൺസെൻറ്റിൽ തന്നെ
മ്യൂച്വൽ കൺസെൻ്റ് എന്ന് പറഞ്ഞാൽ ഉഭയസമ്മതപ്രകാരം രണ്ടുപേരുടെയും കൺസെൻറ്റോട് കൂടിയിട്ട് വിവാഹമോചനം നേടുന്നതിനെയാണ് അത് മ്യൂച്വൽ കൺസെൻറ്റ് ഡിവോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് അവരുടെ ഡിവോഴ്സിൻ്റെ കഥ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഇപ്പോൾ വന്നിട്ടൊന്ന് വീഡിയോ ചെയ്തേക്കാം. അവർ ദൈവം രക്ഷിക്കട്ടെ അല്ലേ, അവർ വിശ്വസിക്കുന്ന അല്ലാഹു രക്ഷിക്കട്ടെ. അവർക്ക് അവരുടേതായ റീസൺസ് ഉണ്ടാകും, നമുക്ക് പുറത്തിരുന്നിട്ടൊന്നും പറയാൻ പറ്റില്ല. കാരണം പല ആളുകളുടെയും റീസൺസ് നമ്മൾ അവലോകനം ചെയ്ത് നോക്കുമ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടാറില്ല. അതുകൊണ്ട് അവലോകനങ്ങൾ എന്തിനാണെന്നറിയോ, സൊസൈറ്റിക്ക് മെസ്സേജസ് കൊടുക്കുന്ന ആളുകളല്ലേ ഇവരൊക്കെ. അപ്പോൾ ആ മെസ്സേജസ് നമ്മൾ കറക്റ്റായിട്ട് എടുത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കാനാണ് നോക്കേണ്ടത്. പണ്ട് സച്ചിൻ തെണ്ടുൽക്കർ എത്രയോ മുതിർന്ന ലേഡിയെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് മുതിർന്ന ലേഡീസിനെ സ്നേഹിച്ച് കൊണ്ടുവരുന്ന പയ്യന്മാരും അറിയുന്നത് എന്താ, സച്ചിൻ തെണ്ടുൽക്കർ ഇത്രയും വലിയൊരു ഐക്കണല്ലേ, അപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ട്. അപ്പോൾ ഞാൻ അവരോടൊക്കെ പറയാറുണ്ട്, അതെ നിങ്ങളെന്നാ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ സച്ചിൻ തെണ്ടുൽക്കറിൻ്റെ പോലെ മറ്റേ ക്രിക്കറ്റ് ഐക്കോൺ ആവൂ, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. സച്ചിൻ തെണ്ടുൽക്കർ ചെയ്തതെല്ലാം ചെയ്യണമെങ്കിൽ നിങ്ങൾ അതുകൂടെ ചെയ്യണം അല്ലേ, എന്ത് പറയുന്നു? ഒന്ന് കമൻറ്റ് ചെയ്യണേ. ശരി, അപ്പോൾ പിന്നെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഇതിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക്